ഈ ഇരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കൊറിയർ അയച്ചതാണേ. ഈ വട്ടം നമ്മൾ മൊയിനക്കൾച്ചർ അയച്ചേക്കെന്ന് പറയുമ്പോൾ ഒരു പുതിയ മെത്തേഡിലാണ്. അപ്പൊ നാളെ ഓർഡേഴ്സ് കൈ കിട്ടുന്നവര് നമ്മളിത് മസ്റ്റ് ആയിട്ട് പറയുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതായത് ഫുള്ളി എലവായിട്ട് കിട്ടിയോ അതോ കുറച്ച് ക്രാഷ് ആയാലോ അങ്ങനെ. സാധാരണ നമ്മൾ അയക്കുമ്പോഴത്തേക്ക് എന്തായാലും കുറച്ച് ക്രാഷ് ആവും. ക്രാഷ് ആവാതെ ഒരിക്കലും കിട്ടൂല. കാര്യം ഇത് ഒരു ഡേ ഫീഡ് ഇല്ലാതിരിക്കുവാണ്. അപ്പൊ എന്തായാലും കുറച്ച് ക്രാഷ് ആവും. പിന്നെ എല്ലാവരും പറയുന്ന വേറൊരു കാര്യമാണ്, കവറിൽ നിറച്ചിട്ടതാണ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റൂല. അതായത് കൊറിയർ ചെയ്യുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. ഇവിടെ വന്നെടുക്കുവാണെങ്കിൽ അത് പ്രശ്നമില്ല, നിങ്ങൾക്ക് എത്ര പോലും തരാൻ പറ്റും. അങ്ങനെ കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ. അപ്പൊ ഇനി ഓർഡർ തരുന്നവരും ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേറെ കിട്ടിയ ഓർഡേഴ്സ് ഒക്കെ നോക്കാം. ഇത് നമുക്ക് ലൈവ് പ്ലാന്റ് ഓർഡേഴ്സ് കിട്ടിയതാണേ. അതാണ്ട നമ്മളേതായ രീതിയിൽ ഇതാ ഈ മെത്തേഡിലാണ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പൊ ഡാമേജസ് ഒക്കെ കുറെ നാളെ വിശ്വാസം. എന്തായാലും ഇതും കിട്ടിയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇതിനകത്തെല്ലാം വെച്ച് പെട്ടി ക്ലോസ് ചെയ്യുവാണ്. അങ്ങനെ ഇതിന്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് നോക്കാം. പിന്നെ ഫൈനലി നമ്മളൊരു കവർ ഇട്ട് റാപ്പ് ചെയ്തിട്ടുണ്ടേ, എങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് ഓർഡറിലെ മെയിൻ താരങ്ങളാണ് ഇതാ ഈ ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഗ്രിൻഡൽ വേം ആണ്. പിന്നെ ഈ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ കൾച്ചർ ആണ്. അങ്ങനെ നമ്മൾ അതും പെട്ടിയിലാക്കി ഫുള്ള് കവറായി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്.